ഇനി മുതൽ ഞങ്ങൾക്ക് വിശ്രമമില്ലാത്ത നാളുകളായിരിക്കും. നമ്മുടെ വർഗത്തെ അവഹേളിക്കാൻ ശ്രമിച്ചാൽ അവരോട് മറുപടി പറയുന്നത് ഞങ്ങളുടെ ഈ ഉരുക്കു മുഷ്ടികളായിരിക്കും. അക്രമികളെ അമർച്ച ചെയ്യാൻ ഞങ്ങളുടെ ഈ കൈകൾ തരിക്കുന്നു. വീരവനിതകളെ, നിങ്ങൾ ചെല്ലൂ. ഒറ്റക്കെട്ടായി നിന്ന് അക്രമികളെ നേരിടൂ. അവനെ കണ്ടിട്ട് ഒരു തീവ്രവാദിയുടെ ലുക്കുണ്ട്. എനിക്കും അങ്ങനെ തോന്നുന്നു. ഒരുപക്ഷെ വേഷം മാറി നടക്കുന്ന വല്ല കള്ളനോ പിടികിട്ടാ പുള്ളിയോ ആണെങ്കിലോ? അവനെ വിടരുത്. ഒരു മിഡിൽ പഞ്ചും ഒരു ഫ്ലൈങ് കിക്ക് ഞാൻ കൊടുക്കാം. അപ്പൊ അവൻ ആരാണെന്ന് നമുക്കറിയാം. മനസ്സിലാവും. വെയിറ്റ്. വാ. അമ്മ വല്ലതും തരണേ. എന്താ എന്താ ഏറെ കൊണ്ടാ കൊള്ളിക്ക് നമ്മളെ പഠിപ്പിച്ചില്ല മാഷ്. ഓ ഓക്കെ, വാ നടക്കാം. ലെഫ്റ്റ് റൈറ്റ്. ഏത് ലെഫ്റ്റ്? ഏതെങ്കിലും ലെഫ്റ്റ്. നടക്ക്. കൊണ്ടില്ലെങ്കിൽ എന്ത് നിങ്ങൾ രണ്ടുപേരെ പുലികളല്ല, പെൺപുലികളാണ്. പുറത്ത് നിന്നും ഇനി ഒരുത്തം പോലും ഈ കോളനി വന്ന് കളിക്കില്ല. നമ്മളെ കുറച്ച് നേരത്തെ തന്നെ ഈ ബ്ലാക്ക് ബെൽറ്റ് നടന്നായിരുന്നു എങ്കിൽ എന്റെ 8.5 പൗണ്ട് മാല നഷ്ടപ്പെട്ടില്ലായിരുന്നു. കിക്കും പഞ്ചും ഒന്നും വേണ്ടി വന്നില്ല. ഓടിയില്ലേ? നന്നായി. അങ്ങനെ പറഞ്ഞു കൊടുക്കും. ഞങ്ങൾക്ക് കരുത്തും ധൈര്യം ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കിയതല്ലേ. ഞങ്ങള് വലിയ ആൾക്കാരല്ലേ. എന്തായാലും ഇനി കോളനിക്കാർക്ക് മനസമാധാനത്തോടെ ഇവിടെ ബ്ലാക്ക് ബെൽറ്റ് നേടിയ 2 ധീര വനിതകളല്ലേ കോളനിക്ക് കാവലായിട്ടുള്ളത്. സ്ത്രീകൾക്ക് ഏത് പാതിരാത്രിക്കും ഇറങ്ങി നടക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതെ, സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങൾക്ക് ഞങ്ങൾ ആ നിമിഷം നെഞ്ചു കിടക്കും. എന്ത്? അയ്യോ മാറി എനിക്കും വാച്ച് വാച്ച് നെല്ലേ ഗേറ്റ് തുറന്നോട്ട്. ഇനി ചാടി ഒരു കിക്ക് കൊടുത്തേ. ഇങ്ങോട്ട് ചേച്ചിയുടെ കിക്കിന്റെ ഒരു പഞ്ച് അപാരത്തല്ലേ. അയ്യോ, ഉള്ളത് പറയാലോ. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ജന്മത്തില് ചേച്ചി ആറ്റുമണം മേലെ ഉണ്ണി അർച്ച ആയിരുന്നിരിക്കണം, അല്ലെങ്കിൽ തുമ്പോലാർച്ച. കരാട്ട അഭ്യാസങ്ങളൊക്കെ മണി പോലെയല്ലേ ചേച്ചി മനസ്സിലാക്കുന്നത്. ആരുടെ പെർഫോമൻസ് മണിയാ ബെറ്റർ, എന്റെയോ മായയുടെയോ? അത് പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ചേച്ചിയുടെ പെർഫോമൻസ്. അടുത്ത ജന്മത്തിലേ നീ നോക്കിക്കോ, ഞാനേ ജപ്പാനിലായിരിക്കും. ഇവിടത്തെ പോലെയൊന്നുമല്ല, അവിടെ കരാട്ടയ്ക്ക് ഭയങ്കര സ്കോപ്പാ. അതിനെന്താ, ബ്ലാക്ക് ബെൽറ്റ് കിട്ടിക്കഴിഞ്ഞാ ചേച്ചിക്ക് ജപ്പാനിൽ ഉപരിപഠനത്തിന് പോവാലോ. അവിടത്തെ കരാട്ട സാർ ചിക്കോവിക്ക ഭയങ്കരനാണ്. നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? ചേച്ചി കരാട്ട പഠിക്കാൻ തുടങ്ങിയപ്പോഴേ ഞാൻ ഇതിലൊരു റിസർച്ച് നടത്തി കഴിഞ്ഞില്ലേ. ആരാടാ അവിടെ? എന്തോന്ന്? താഴത്തെ വീട്ടിലെ ദാമോദരന്റെ അവിടുത്തെ പട്ടി 3 ദിവസമായി പാവം വെള്ളം കുടിച്ചിട്ട്. അയ്യോ സാറാണേ, ആ നാക്കെടുക്ക പ്രാണിട്ട് താണ്ട് ഇതിന്റെ കരാട്ടെ. ഒരു കരാട്ടെ അഭ്യാസി എപ്പോഴും അലേർട്ടായിരിക്കണം. എപ്പോഴാണ് ആക്രമിച്ച് ആടി വീഴുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അല്ലേ? എടി കരാട്ടെ പഠിക്കണൊക്കെ നല്ല തന്നെ, പക്ഷെ അത് ബാക്കിയുള്ളവർക്ക് ഉപദ്രവങ്ങളാവരുത്. ഓക്കെ ഓക്കെ.
സംരക്ഷിക്കുക. അതിനിവിടെ പട്ടിയുണ്ടല്ലോ. കള്ളന്മാർ നിശാസഞ്ചാരം നടത്തുന്ന ഈ ജവഹർ കോളനിയിൽ സ്ത്രീകൾ ജാഗരൂകരായിരിക്കേണ്ട കാലമാണിത്. വീടിനെ നാടിനെ സംരക്ഷിക്കാൻ സ്ത്രീകൾ തന്നെ മുന്നിട്ടിറങ്ങണം. ആ, കണ്ടോ, സ്വന്തം ഭർത്താവ് പോലും ഭയക്കുന്നു. അപ്പൊ പിന്നെ അപരിചിതരുടെ കാര്യം പറയാനുണ്ടോ? ഇനി രാത്രികളിൽ ഞങ്ങൾ സ്ത്രീകൾ ഉറക്കമില്ല. ശത്രുക്കളുടെ ഓരോ കരുനീക്കോ ശ്രദ്ധിച്ച് ഞങ്ങൾ ഉറങ്ങാതിരിക്കും. നിങ്ങൾ ആണുങ്ങൾ സുഖമായി ഉറങ്ങുന്നതിന് വേണ്ടി ഞങ്ങൾ പെണ്ണുങ്ങൾ സദാ ഉണർന്നിരിക്കും. ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഒന്നുകൂടി ഉറപ്പിച്ചു പറയാണ്. ഇത് വട്ടാണ്. കരിയില വീണ ശബ്ദമാണ്. ഓ, കരയില്ല. കരയിലല്ല, കരിയില്ല. അതിന്റെ ശബ്ദം പോലും ഞങ്ങൾ റിയാക്ഷൻ ഉണ്ടാക്കുന്നു. അശോകട്ടൻ എന്താ പറഞ്ഞത്? എനിക്ക് വട്ടാണെന്നല്ലേ? അതെ, വട്ടാണ്. സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യുന്ന എല്ലാവരെയും നിങ്ങൾ വട്ടന്മാരായിട്ട് ചിത്രീകരിച്ചിട്ടില്ലേ? ഗലീലിയോയെ ജയിലിലടച്ചു, സോക്രട്ടീസിനെ മുക്കിക്കൊന്നു, ബ്രൂസിലിയെ ഓട്ടോ പിടിച്ചു കൊന്നു. ഇന്ന് മിച്ചം ജാക്കിച്ച മാത്രം. ദൈവമേ, ഇത് നാട്ടുകാരുടെ നാണക്കേടാവൂല്ലോ. ദേ, ആണുങ്ങൾക്ക് മാനക്കേടാവും, പക്ഷേ സ്ത്രീകൾക്ക് മാനം രക്ഷിക്കണം. അതിനുവേണ്ടിയുള്ള തീവ്ര യത്നം ഇത്. ദേ, ഞാൻ വീണ്ടും പറയുകയാണ്, ശരീരത്തിന് കരുത്ത് വേണം, സമ്മതിച്ചു. പക്ഷേ മനസ്സിനാണ് ശക്തി പകരേണ്ടത്. മനസ്സിന് ശക്തി ഉണ്ടെങ്കിൽ ഇതുപോലെ വേഷം കെട്ടി വീട്ടിന് കാവലിരിക്കണ്ട. സ്ത്രീയുടെ ശക്തി ഇല്ലാതാക്കാൻ പുരുഷന്മാരങ്ങനെ പല തത്വങ്ങളും പറയും. പക്ഷേ അവയൊക്കെ ഞങ്ങൾ പാടെ അവഗണിക്കുന്നു, പുച്ഛത്തോടെ തള്ളിക്കളയുന്നു. സ്ത്രീയും പുരുഷനും ചേരുമ്പോഴുള്ള ശക്തി, അതാണ് മായ യഥാർത്ഥ ശക്തി. അല്ല, സ്ത്രീ ശക്തി. ഞങ്ങൾക്ക് ആ ശക്തി മതി. മായേ, മായേ, ഒരു ഗ്ലാസ് ചായ പോലും തരാതെ ഇവള് ഇതോടെ പോയി. എന്തോന്നേ? അല്ല, ലൈറ്റ് ശരിയാക്കാൻ പറഞ്ഞു. ലൈറ്റ് ശരിയാക്കാൻ പിന്നെ നിന്റെ ചേച്ചി വരുമ്പോ പറഞ്ഞുതരാം, ഞാൻ ഇറങ്ങിന്ന്. അല്ല, ചേച്ചി ഇപ്പൊ എത്തും സാറേ. ഇന്നെന്തോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറയുന്ന കേട്ട്. എന്തോന്ന് സ്പെഷ്യൽ ക്ലാസ്? നേരെ പരപരാ വിളിക്കുന്നതിന് മുമ്പ് ഇറങ്ങി പോയതാ. ദാ സമയം മണി 8. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ പോയെന്ന് ആ കരാട്ടക്കാരത്ത് പറഞ്ഞേരെ. അയ്യോ, എനിക്ക് വിശന്നിട്ട് ഗ്യാസ് കയറുന്നു. ആ, ദാണ്ട വരുന്നു ചേച്ചി. പ്രകാശൻ ഇറങ്ങിയോ? സാറ് കാപ്പി പോലും കുടിക്കാതെ പോവാൻ പോണത്. അതൊക്കെ അവിടെ നിക്കട്ടെ. ഇന്നത്തെ പത്രം വായിച്ചോ? ദേ, എന്റെ പേരതിലുണ്ട്. എന്തിന്? കോളനിയിൽ സ്ത്രീകൾക്ക് നേരെ അതിക്രമം കാണിക്കുന്നവരെ അമർച്ച ചെയ്യാൻ ബ്ലാക്ക് ബെൽറ്റ് സുമയുടെയും മായയുടെയും നേതൃത്വത്തിൽ പ്രത്യേകം സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. നിയമം കയ്യിലെടുത്ത കളികളൊന്നും വേണ്ട. അതിന് ഞങ്ങൾ യൂണിഫോം ഇട്ട കുറെ പോലീസുകാർ ഇവിടെ ഉണ്ട്. അതെ ചേട്ടാ, ഈ യൂണിഫോമിനും ചില ഉത്തരവാദിത്വങ്ങളൊക്കെ ഉണ്ട്. കള്ളന്മാർ ഉൾപ്പെടെ എല്ലാവരെയും ഈ ഞങ്ങൾ അടിച്ചു ശരിപ്പെടുത്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു തരുന്നു. നിങ്ങൾ അവരെ ജയിലിൽ അടയ്ക്കാനുള്ള ഏർപ്പാട് മാത്രം ചെയ്താൽ മതി. കരാട്ടക്കാര് വിചാരിച്ചാലും കള്ളനെ പിടിക്കാൻ പറ്റുമെന്ന് ഈ ജനങ്ങളൊക്കെ അറിയട്ടെ. ദൈവമേ, വിശന്നിരിക്കുന്നവന്റെ അടിക്ക് വെയിറ്റ് കൂടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഉഗ്രം ഫോഴ്സ്. കണ്ണി കൊള്ളു നോക്കി. ഇല്ല, ഞാൻ വെറുതെ തട്ടി നോക്കിയതാ. മായ നോക്ക്, ഇവിടെ ക്രമസമാധാനം നോക്കേണ്ടത് പോലീസാണ്. കള്ളന്മാരുടെയും പിടിച്ചുപറിക്കാരുടെ കാര്യമൊക്കെ അവര് നോക്കിക്കോളൂ. അശോകേട്ടാ, ഡാൻസ് ഇറാൻ ഉണ്ണിയാർച്ച എന്നിവരൊക്കെ ഉണ്ടല്ലോ. ഇവരൊക്കെ കരാട്ടക്കാരികളാണെന്നാണ് നീ പറയുന്നത്? എന്നല്ല, പക്ഷേ അവരുടെ ധീരതയും കരുത്തും ഒരു സമൂഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിയ വീരാംഗനകളാണ്. ബ്ലാക്ക് ബെൽറ്റ് നേടി ഞങ്ങൾ 2 സ്ത്രീകൾ ബെൽറ്റ് കെട്ടി വീട്ടിരിക്കണമെന്ന് അശോകേട്ട പറഞ്ഞാൽ എനിക്കത് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. മാഡം മാഡം പ്ലീസ് വേണ്ട. അശോക് സാറേ, മായ മാഡത്തെ തടയായിരിക്കുന്നതാണ് നല്ലത്. തടഞ്ഞ കിടപ്പായി പോവും. കോളനിയുടെ ക്രമസമാധാനം ഇനി ഞങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കും. അശോകേട്ട നോക്കൂ, ഇനി ജവഹർ കോളനിയിലെ ഒരു സ്ത്രീയുടെ നേരെയും ഒരുത്തനും കൈപൊക്കില്ല.
ഈ ബ്ലാക്ക് ബെൽറ്റ് ഉണ്ടല്ലോ ഇത് ഉറുമയാണ് ഉറുമി ആ. ഇത് അടിച്ചിട്ടുണ്ടല്ലോ അയ്യോ, മാഡം, അടിക്കരുത്. ഞാനല്ല അശോക് കുമാർ സാർ എന്ന് പറഞ്ഞ ഭർത്താവാണ്, ശത്രുവല്ല. അത് മനസ്സിലാക്കണം. വിട്ടേരെ, പോട്ട് കള ചീള് കേസ്. Come on. പോ, പോ. ഏയ്, ആവർത്തിച്ച് പ്രശ്നമൊന്നുമില്ല. നമ്മള് പ്രശ്നം ഉണ്ടാക്കുന്നില്ല. മടിയനായാലോ ഈ കരാട്ടക്കാരികൾ എന്തിനാണെന്തോ ഭ്രാന്തെടുത്ത പൂച്ച വിളിക്കുന്നതൊക്കെ എന്നൊക്കെ വിളിക്കുന്നത്. ഏയ്, അവിടെ ആരുടെ പ്രശ്നം? എന്താ അവിടെ നോക്കി ഇങ്ങോട്ട് വാ. ഏയ്, ആ. ഹായ്. ഹലോ. അയ്യോ. ആ, എങ്ങനെ ഉണ്ടായിരുന്നു പോയിട്ട്? സ്കൂൾ ലൈനിലുള്ള 3 പൂവാലന്മാരെ വിരട്ടി വിട്ടിട്ടുണ്ട്. വിലങ്ങും. വേണ്ടേ? നമ്മുടെ കാര്യം പറഞ്ഞോളൂ. ആ ഹോസ്പിറ്റൽ കവലയിലെ കിഴവന്മാരുണ്ടല്ലോ അവർ ഇത്തിരി പ്രശ്നക്കാരാ. ചിലപ്പോ ഈ സ്ട്രീറ്റിൽ ഒരു കരാട്ടെ ശോധന നടത്തേണ്ടി വരും. വേണം വേണം വേണം. ഓക്കെ. ലുക്ക് എന്താ? അവൻ മതില് വിളിക്കാൻ നോക്കുകയല്ലേ? ഇത്തിരി പ്രശ്നമല്ലേ? കമാൺ അല്ല, ഞങ്ങൾ അങ്ങോട്ട്. ആവശ്യമില്ല. ഓക്കെ ഓക്കെ. ഇതൊക്കെ ഞങ്ങൾ ഡീൽ ചെയ്തോളാം. നിങ്ങൾ ചെല്ലാന്നാണ് പറഞ്ഞേ? അല്ല, വീട്ടിൽ പോയിക്കോട്ടെ. ആ അതറിയണം. ഡാ, ഡാ. ഡാ. ഇങ്ങോട്ട് മാറടാ. ഇങ്ങോട്ട് മാറി നിൽക്കടാ. ഇങ്ങോട്ട് നിൽക്കാൻ. ഇവിടെ നിൽക്കാൻ. ഇവിടെ. ആ. എന്താ പെങ്ങള്? ഡാ, ഇവിടെ വന്ന് നിക്കടാ. ഇവിടെ വന്ന് നിക്കാൻ. ആടോളൊക്കെ എനിക്കും അറിയാം കേട്ടോ. അറിയോ? കാണിക്ക്. എന്നാ കാണിക്കടാ. കാണിക്ക്. കാണിക്ക്. ഞങ്ങൾ കാണട്ടെ. ഓ, നമുക്ക് ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയ കാര്യം ഇവന് അറിഞ്ഞില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങോട്ടാ, പിടിച്ചോടാ. ബ്ലാക്ക് ബെൽറ്റ്. എന്താ? പോയത് കണ്ടോ? ഓടാ, ഓടാ, ഓടാ. നിങ്ങളെ വരട്ടാതെ. യ്യോ. അടിപൊളി. ആ കയ്യിൽ നിന്ന് കമ്പ് ഇറക്കി എറിയാത്തത്. ഈ സാരിയല്ല തന്റെയിലല്ലേ ഇസ്ത്രി ഇടാൻ തന്നത്. മര്യാദയ്ക്ക് ഞങ്ങളന്ന് സാരി തിരിച്ചതാ. അയ്യോ മേഡം, അത് ആരോ തെറ്റി എടുത്തോണ്ട് പോയതാ. ഇന്ന് വൈകുന്നേരം വെച്ച് തിരികെ വാങ്ങിച്ചു തരാം. അതൊന്നും പറഞ്ഞ പറ്റില്ല. എനിക്കിപ്പോ എന്റെ സാരി വേണം. ഞാൻ അല്ലെങ്കിൽ സാരിയുടെ വില 2000 രൂപ ഇതാ. അയ്യോ എന്റെ പൊന്നു ചേച്ചി, നിങ്ങൾ അതൊന്നും ഇങ്ങനെ പറഞ്ഞാ പറഞ്ഞാൽ എങ്ങനെയാ? പറ്റത്തില്ല. എനിക്കെന്റെ സാരി ഇപ്പൊ തന്നെ കിട്ടണം. വൈകുന്നേരം വെച്ച് അവിടെ എന്തോ ഞങ്ങൾ കുഴപ്പമുണ്ട്. വാങ്ങി തരാം. സുമേച്ചി, നോക്ക്. ഒരുത്തൻ അവിടെ സ്ത്രീകളോട് വാക്കേറ്റ് നടത്തുന്നു. ആ, വാ. ഓ, അതെടുത്തോണ്ട് പോവല്ലേ? DJ മേഡം മോളെ ചുരിദാറാ. മേഡം, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കേ. എനിക്ക് ആരെ അത്ര വിശ്വാസമല്ല. മര്യാദയ്ക്ക് എന്റെ സാരി ഇതാ. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചാ മതി. നാളെ വൈകുന്നേരം ഞാൻ സാരി വാങ്ങിത്തരാം. എന്റെ സാരി എനിക്ക് ഇപ്പൊ തന്നെ കിട്ടണം. കാര്യമില്ലല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചേച്ചി, തയ്ക്കാൻ ഈ എനിക്ക് ഇസ്ത്രി എന്റെ സാരി കുത്തിയാണ് വേണം. സത്യം. നാളെ ഞാൻ 2000 മാറ്റി തരാം. എന്റെ സാരി എന്ത് ചെയ്യും? നാളെ മാറ്റി എന്താ തരാം. പ്രശ്നം? ഏയ്, സാധുവായ സ്ത്രീകളോട് പരുഷമായ ഭാഷയിൽ സംസാരിക്കുന്ന എന്തിനാണ് പുരുഷ? അയ്യോ, പുരുഷനല്ല, ഞാൻ രമണനാ. രമണൻ. രമണ നീ ഒരു പുരുഷനാണ്, അത് മനസ്സിലാക്ക്. എന്താ പ്രശ്നം അത് പറ. ഞങ്ങളുടെ സാരി കാണുന്നില്ല. സാരി കാണുന്നില്ല. എന്താ പ്രശ്നം? എന്റെ പൊന്നു ചേച്ചി, ഇവര് തേക്കാൻ തന്നൊരു സാരി ആരോ മാറി എടുത്തോണ്ട് പോയി. നാളെ വൈകുന്നേരം ഞാൻ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വൈകിട്ടോ? അത് പറ്റില്ല. ഇപ്പൊ കൊടുക്കണം. നാളെ വൈകിട്ട് തിരിച്ചു കൊടുക്കല്ലോ. എന്റെ സാരി ഇപ്പൊ തന്നെ കൊടുക്കാം, കിട്ടണം. കൊടുക്കാം, കൊടുക്കാം. എന്റെ സാരി ഇപ്പൊ തന്നെ ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് സമയത്തിന് വെച്ചാ, കൊടുക്കാൻ പഠിക്കണം. തേക്കാൻ തന്ന സാരി ആരോ മാറി എടുത്തോണ്ട് പോയി. അത് നാളെ വൈകുന്നേരം കൊടുക്കാന്ന് പറഞ്ഞിട്ട് പഠിച്ചത് പ്രയോഗിക്കാൻ പറ്റിയ സമയം. കറക്റ്റ്. രമണ എണീര്, എന്തായാലും കൊണ്ടത് കൊണ്ട്. അടിപൊളി. അത് കാലൊക്കെ സുളം, സുളം, സുളം. രമണ, എണീരുടെ രമണ. ദാ രമണ. എണീര്. ഇസ്തിരി രമണ. എടാ, ഏ, രമണ. രമണ. അവര് തമാശ കാണിക്കാണ് രമണ. നീ എണീര്, serious ആയിട്ട് കളിക്കാതെ എടുക്കല്ലേ? അങ്ങോട്ട്. എണീര് രമണ. ഒന്ന് കാണിക്കുന്നേ. കൊച്ചു പിള്ളേരെ പോലെ. എണീര്. എണീക്കാൻ. രമണ എണീര്. ചാരി പോയെങ്കിൽ പോട്ട് രമണ. കൊച്ചമ്മമാര് വേറെ. ചാച്ചി. അയ്യോ, രമണ, തൊണ്ടക്കുഴി തകർന്നതാണ് തോന്നുന്നത്. ശ്വാസം ഇല്ല. ഇപ്പൊ ഈ മൂടി അല്ലേ, വെച്ചാലാ. നിങ്ങൾ രണ്ടുപേരും കൂടെ പാവം ആ ഇസ്ത്രിക്കാരനെ തല്ലിക്കൊന്നല്ലേ? അയ്യോ, ഇല്ല. അയ്യോ, അവര് അയ്യോ, പോയാ? പോയാ? സുമ മാഡം, ചാച്ചി. മായ മാഡം. എവിടെ? അയ്യോ, അല്ല, എനിക്കിത് വരണം. അവളെ കരാട്ട പഠിക്കാൻ വിടുമ്പോഴേ മനസ്സിലാക്കണമായിരുന്നു ഇത് കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കുന്ന പോലെയാണെന്ന്. ഇനി ഇതിന്റെ പേരിൽ എന്തെല്ലാം ഗുലുമാലുകൾ ഒപ്പിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം.
മരിച്ചെന്നാ തോന്നുന്നു. പുരുഷൻ ഭൂമിയോളം ക്ഷമിക്കും, തീരെ നിവൃത്തിയില്ലെങ്കിൽ പാതാളം വരെ. അവിടെയും രക്ഷയില്ലെന്ന് കണ്ടാൽ ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്തു, ഉറപ്പ്. എത്രയായി? 30. ചേട്ടാ ബാക്കി ബാക്കി ഇരിക്കട്ടെ. ഞാൻ പിന്നെ ഈ വീട്ടിലെ ക്രമസമാനം തകരണ്ടല്ലോ എന്ന് കരുതി എല്ലാം അങ്ങ് ക്ഷമിക്കുക. അശോകേട്ടാ! 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 അശോകേട്ടൻ എന്നെ രക്ഷിക്കണം. എന്തു പറ്റി? നീ കാര്യം പറ, കരയാതെ കാര്യം പറ. എനിക്കൊരു കയ്യബദ്ധം പറ്റി. എനിക്കിത്തിരി വെള്ളം വേണം. സാറേ, എന്തു പറ്റി ബാലപ്പ? അതെ, ചെറിയൊരു പ്രശ്നം. മനഃപൂർവ്വമല്ല, സംഭവിച്ചു പോയതാണ്. താൻ കാര്യം പറയടോ. നമ്മുടെ ഇസ്തിരി രമണൻ മരിച്ചു. അതിന് ഇവളെന്തിനാ രക്ഷിക്കണമെന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുന്നത്? അത് അശോക് സാർ ഇങ്ങ് വന്നേ, ഇനി വന്നേ. മായ മാഡോ സുമ മാഡോ ആ ഇസ്തിരി രമണന് ഓരോ കരാട്ട കിക്ക് കൊടുത്തു. ഓൺ ദ സ്പോട്ടിൽ അവൻ ചത്ത്. അയ്യോ, ഇനിയിപ്പോ എന്ത്? അവനെ അടക്കേ പറ്റൂ. മുഖത്തൊന്നും സാറേ? അതല്ലടോ, ഇവളോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇതൊക്കെ. സാറേ, ഇനിയിപ്പം സാറ് ദേഷ്യപ്പെട്ട അവരുടെ മാനസിക നില കൂടി തകർക്കണ്ട. തൽക്കാലം മായ മാഡം ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. എന്നെ പോലീസ് പിടിക്കും, ജയിലിടും, ഓ, എന്നെ തൂക്കിക്കൊല്ലും. അയ്യോ! ഇതെന്തോന്ന് സാറേ പറയുന്നത്? എന്താ ചെയ്യാ? നീ അപ്സെറ്റ് ആവാതെ നമുക്ക് ഒളിവിൽ പോവാം. ഏതായാലും സംഭവിക്കാനുള്ള സംഭവിച്ചു. എത്രയും പെട്ടെന്ന് മായ മാഡം ഇവിടെ നിന്ന് മാറി നിൽക്കണം. പിന്നെ ആ പ്രകാശ് കുമാർ സാറിന്റെ ഭാര്യ കൂടി ഉൾപ്പെട്ടത് കൊണ്ട് ചെറിയൊരു ആശ്വാസമുണ്ട്. കറക്റ്റ്. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരെ കണ്ടൊന്ന് സംസാരിക്കാം. പക്ഷെ അതിനു മുമ്പ് മാഡം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറി നിൽക്കണം കേട്ടോ. വഴിയുണ്ട്. ഹലോ, CA പ്രകാശ് കുമാർ സ്പീക്കിംഗ്. എപ്പോ? സുമയുടെ ഒളിവിലോ? മൈ ഗോഡ്. എന്താ സാർ? ഒന്നുമില്ലടേ. അല്ല സാർ, ഫോണിലൂടെ ഒളിവിലെന്നോ മൈ ഗോഡെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. നീ കേട്ടോട്ടെ? ഞാൻ കേട്ടു സാർ. ഒളിവിലെന്നല്ലടേ, ഒലീവില എന്നാ ഞാൻ പറഞ്ഞത്. അതായത് ഒലീവിന്റെ ഇല. എടേ, ഒലീവില എവിടെ കിട്ടൂടെ? അങ്ങാടിക്കടയിൽ കിട്ടും സാർ. ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം സാർ. വേണ്ട, സഹായിക്കണ്ട, ഞാൻ തന്നെ പോയി വാങ്ങിച്ചോളാം. ഒളിവിലെന്നോ ഒലിവിലെന്നോ പറഞ്ഞ എന്തരായിക്കൊണ്ട് പോട്ട്. സുമയുടെ അല്ല, ഒളിവിൽ പോയിരിക്കുകയാണ്. എനിക്കറിയാമായിരുന്നു ഇതെന്തെങ്കിലും ഒരു കുഴപ്പത്തിലേക്ക് ചെന്ന് കലാശിക്കുള്ളൂ. എങ്ങോട്ടാ പോകുന്നെല്ലാം പറഞ്ഞോ? അല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഒളിവിൽ പോണെന്നേ പറഞ്ഞോളൂ. കൊലപാതകമാണ്, കൊലപാതകം. നിന്നെ ഞാൻ തട്ടി അകത്താക്കും. എല്ലാത്തിനും എസ് വെച്ച് അവളെ പ്രോത്സാഹിപ്പിച്ചത് മുഴുവൻ നീ ഒറ്റ ഒരുത്തനാണ്. അല്ല സാറേ, പോടാ. പോലീസാണെന്ന് തോന്നുന്നു. നമ്മൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കാണും. അത് വേറെന്തോ വാഹനമാന്ന് തോന്നേ. നീ പേടിക്കാതെ. ഇപ്പോ ടിവിയിലൊക്കെ നമ്മുടെ ഫ്ലാഷ് ന്യൂസ് കാണിച്ചോണ്ടിരിക്കുകയായിരിക്കും. കൊലപാതകളായ നമ്മളെ കുറിച്ച്. ഈശ്വര, എല്ലാം നശിച്ചു. ഈ നശിച്ച കരാട്ടെ പഠിക്കാൻ പോണ്ടാന്ന് പ്രകാശേട്ടൻ 100 വട്ടം എന്നോട് പറഞ്ഞതാ. എന്നാലും ഞങ്ങൾക്ക് ഈ ഗീത വന്നല്ലോ എന്റെ ഈശ്വര. കോടതി കൊല്ലത്തേ ഉള്ളൂ. അല്ല, തിരുവനന്തപുരത്തും കോടതി ഉണ്ട്. അയ്യോ, അതല്ല. കോടതി നമ്മളെ തൂക്കിക്കൊല്ലും. അയ്യോ ഈശ്വര. എന്റെ പൊന്നിലേക്ക് തപ്പച്ചി, 1001 കാലത്ത് ഞാൻ പൊങ്കാലിട്ടേക്കാം. ഞങ്ങളെ ഒന്ന് കാത്തുരക്ഷിക്ക്.
നമ്മളെ ഇവിടെ ഒളിച്ചു കഴിയുന്ന വിവരം വനിതാ ക്ലബ്ബ് സെക്രട്ടറി ആരോടെങ്കിലും പറയുവോ? ശരിയാ, ആണുങ്ങളെ പോലല്ല പെണ്ണുങ്ങള്. അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. ശ്ശോ, പറയില്ലെന്ന് വിശ്വസിക്കാം. എന്തായാലും നാളെ നേരം വെളുക്കട്ടെ. എന്ത് വേണമെന്ന് നമുക്ക് അപ്പൊ തീരുമാനിക്കാം. അയ്യോ അയ്യോ